ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഗുരുവനത്താണ്. അപ്പോൾ നമ്മൾ നിത്യാനന്ദ കോട്ട വ്ളോഗ് ചെയ്തതാണ്, എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലമാണെന്ന്, നിത്യാനന്ദ സ്വാമിയെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവനം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവനത്തിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ഒപ്പിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്നിട്ടാണ് പോകുന്നുള്ളത്. ഗേറ്റ് തുറന്നിട്ടാണുള്ളത്. അപ്പോൾ വണ്ടി ഇതിലേ കൂടെ പോവും. പക്ഷേ ഈ ഒരു നടത്തം ആസ്വദിക്കാൻ നല്ലൊരു സ്ഥലമാണ്. എന്താ വെച്ചാൽ രണ്ട് സൈഡിലും ഒരു കാട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു പ്രതീതി ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഗുരുവനം നിത്യാനന്ദ സ്വാമിയുടെ ആരാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ ഇപ്പോൾ വരുമ്പോൾ കണ്ട ആ കെട്ടിടം പഴയ പൊളിഞ്ഞൊക്കെ ആയിരുന്നു, പൊളിഞ്ഞ അവസ്ഥയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതിനെ മോഡിഫൈ ചെയ്ത് നല്ല പക്ക അടിപൊളി ഒരു കെട്ടിടമായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ നിത്യാനന്ദ സ്വാമി താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ടച്ചായിരുന്നു പണ്ട് ആ ഒരു കെട്ടിടത്തിന് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നടക്കുന്ന സ്ഥലം മുഴുവനായിട്ടും ഒരു കാട് പ്രദേശം പോലെയാണ്. ഇനി നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറേ പടികൾ കാണാം. ആ പടികൾ കയറിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇവിടുത്തെ ബേസിക് ഹിസ്റ്ററി പറയാം. 1966 സ്വാമി ജനാനന്ദയാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ നിത്യാനന്ദ സ്വാമി തപസ് ചെയ്ത സ്ഥലം കൂടിയാണ് ഗുരുവനം എന്ന് പറയുന്നത്. സ്വാമിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പടികളൊക്കെ കയറി മുകളിലോട്ട് എത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നിശബ്ദത പാലിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കിളികളും പൂമ്പാറ്റകളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള സമാധാന അന്തരീക്ഷത്തിൽ നിന്ന് അവരുടെ ശബ്ദം പുറപ്പെടുവിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂമ്പാറ്റകളൊക്കെ നല്ല സുലഭമായിട്ട് നമുക്ക് കാണാം. ഈ ഒരു പൂന്തോട്ടം പോലെ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നല്ല കിതപ്പുണ്ട്. എന്താ വെച്ചാൽ കുറേ പടികൾ കയറിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം കിളികളും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നിശബ്ദത പാലിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുകയാണ്. എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് എഴുതി വെച്ചിട്ട്, പ്രത്യേകിച്ച് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇവിടെ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഒന്നും സൗണ്ടൊന്നും ഇല്ലാതെ ഒറ്റപ്പെടൽ ആസ്വദിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം കൂടിയാണ് ഇവിടം. അപ്പം നല്ല ഒരു നിശബ്ദമായ സ്ഥലത്ത് ചീവീടിൻ്റെ സൗണ്ടും അങ്ങനെ മാത്രമേ ഉള്ളൂ. അത്രയും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തളികയുടെ മാതൃകയിൽ സിമെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് സിമെൻറ്റിൻ്റെ രൂപത്തിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്കൊരു കുളം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത്രയൊന്നും ഇല്ല, ചെറുതാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ കയറുമ്പോൾ തന്നെ ഈ ഒരു സാധനമൊക്കെ കാണുമ്പോൾ അല്ലേ അത് വേറൊരു ലെവൽ വൈബാണ് നമുക്ക് കിട്ടുന്നത്. ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്വാമി ജലധാര നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ സുലഭമായിട്ട് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും ഇവിടുന്ന്. അത് ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാതെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് വെള്ളം വരുന്ന. ആ ഒരു സാധനത്തിന് ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ വായിന്ന് വെള്ളം വരുന്ന പോലെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മളെ മനസ്സിനും കണ്ണിനും കാതിനും ഒക്കെ കുളിർമ പകരുന്ന രീതിയിലാണ്. ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അട്രാക്ഷൻസ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്.
മരങ്ങളും കരിങ്കൽ തൂണുകളും കൊണ്ടുള്ളതാണ് ഇതിനകത്തെ നിർമ്മാണം. ഏകദേശം 42ഓളം കരിങ്കൽ തൂണുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനു മുകളിലായി നിത്യാനന്ദ സ്വാമിയുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോ ആലേഖനം ചെയ്തിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുവരേക്കും. ടാറ്റാ, ബൈ.